യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മേജർ ജനറൽ ടി പത്മിനി എസ്.എം. റിട്ടയർഡ്. മേജർ ജനറൽ ടി പത്മിനി എസ്.എം. 2007 ഡിസംബർ 1 അഡീഷണൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന അത്യുന്നത സ്ഥാനം ഏറ്റെടുത്തു. മുംബൈയിലെ INHS അശ്വിനി നഴ്സിംഗ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ അവർ ജനറൽ നഴ്സിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം 1970 ഡിസംബർ 19 മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ കമ്മീഷൻ ലഭിച്ചു. തുടർന്ന് ജബൽപൂരിലെ മിലിറ്ററി ആശുപത്രിയിൽ മിഡ്വൈഫായി നഴ്സിംഗ് പരിശീലനം നേടി. അവിടെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ പരിചരിക്കാനുള്ള അവസരം ലഭിച്ചു. നേഴ്സ് പ്രാക്ടീഷണറായി തുടക്കം കുറിച്ച നാൾ മുതൽ രോഗികൾക്ക് മികച്ച പരിചരണം നൽകുന്നതിൽ അവർ അതുല്യമായ കഴിവ് പ്രകടിപ്പിച്ചു. വാർഡ് സിസ്റ്ററായി സേവനമനുഷ്ഠിക്കുമ്പോൾ തന്നെ അവരുടെ നഴ്സിംഗ് മികവ് ഏറെ പ്രശംസിക്കപ്പെട്ടു. 1976 മുംബൈയിലെ JJ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റലിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗിൽ നിന്ന് പീഡിയാട്രിക് നഴ്സിംഗിൽ പോസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ നേടി. അവർ തങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു. സമഗ്രമായ ശുശ്രൂഷയിലുള്ള മികവ് കൈവരിച്ച അവർ 16 വർഷത്തോളം വിവിധ സായുധ സേനാ ആശുപത്രികളിൽ ശിശു നഴ്സിംഗ് രംഗത്ത് വലിയ സംഭാവന നൽകി. ഡൽഹി കണ്ടോൺമെന്റിലുള്ള ആർമി ആശുപത്രിയിലും പൂനെയിലെ കമാൻഡ് ആശുപത്രിയിലും നവജാത ശിശുക്കൾക്കായുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കൾക്ക് സുരക്ഷിതമായ ചികിത്സാ അന്തരീക്ഷം ഒരുക്കി. ഫോട്ടോതെറാപ്പി സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ സംരക്ഷിക്കാൻ പ്രത്യേക കണ്ണാടിയോടുകൂടിയ ക്യാപ് ഫോർ ഇൻഫ്യൂഷൻ, അതുപോലെ കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ സ്ഥിരമായി നിർത്താൻ സ്പ്ലിന്റ് എന്നിവ ഉൾപ്പെടെ നിരവധി പുതുമയാർന്ന രീതികൾ അവർ അവതരിപ്പിച്ചു. 2002 ജമ്മുവിലെ ചാലു ചൗക്കിലുണ്ടായ ഭീകരാക്രമണ സമയത്ത് അവരുടെ ഭരണപരമായ കഴിവ് ഏറെ പ്രശംസിക്കപ്പെട്ടു. 39 വർഷത്തെ സേവന ജീവിതത്തിൽ എല്ലാ പ്രൊഫഷണൽ ഇടപാടുകളിലും വ്യക്തതയും സുതാര്യതയും നിലനിർത്തുക എന്നതായിരുന്നു അവരുടെ ആപ്തവാക്യം. മികച്ച ഭരണഘടനാ പ്രൊഫഷണൽ കഴിവുകളുള്ള ഒരു ഓഫീസറായി അവർ മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ വളർച്ചയ്ക്കും രാജ്യത്തിനകത്തും പുറത്തും ഗുണമേന്മയുള്ള നഴ്സിംഗ് സേവനം ഉറപ്പാക്കുന്നതിനും നേതൃത്വം നൽകി. കോങ്കോയും ലെബനും ഉൾപ്പെടുന്ന ഐക്യരാഷ്ട്ര മിഷൻ ആശുപത്രികളിൽ സന്ദർശിച്ച് അവിടെയുള്ള നഴ്സിംഗ് സേവനങ്ങൾ വിലയിരുത്തിയ ആദ്യ അഡീഷണൽ DGMS ആയിരുന്നു മേജർ ജനറൽ ടി പത്മിനി. കൂടാതെ കാർഗിൽ, കാത്താപൂരിലെ 403 ഫീൽഡ് ആശുപത്രി എന്നിവ സന്ദർശിച്ച് നഴ്സിംഗ് ഓഫീസർമാരെയും സൈനികരെയും പ്രചോദിപ്പിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളുമായിരുന്നു അവർ. AFMC പൂനെയിലെ കോളേജ് ഓഫ് നഴ്സിംഗിൽ MSc കോഴ്സ് ആരംഭിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇത് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു. നഴ്സിംഗ് സ്കൂളുകളെ കോളേജുകളാക്കി ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചു. INHS അശ്വിനിയിലെ നഴ്സിംഗ് സ്കൂളിനെ കോളേജ് ഓഫ് നഴ്സിംഗായി ഉയർത്തി. അവരുടെ വിശിഷ്ട സേവനങ്ങൾ അംഗീകരിച്ച് 1981 AOC-INC-യുടെ പ്രശംസാപത്രവും 2004 FOC-INC-യുടെ പ്രശംസാപത്രവും 2009 സേനാമണ്ഡൽ പുരസ്കാരവും ലഭിച്ചു. നഴ്സിംഗ് രംഗത്തെ അസാധാരണമായ സംഭാവനകൾ മാനിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നൽകുന്ന നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2009 മെയ് 12 ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീലിന്റെ കയ്യിൽ നിന്ന് അവർ ഏറ്റുവാങ്ങി. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച മേജർ ജനറൽ ടി പത്മിനി എസ്.എം. റിട്ടയർഡ് അവരുടെ ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്കാരം സ്നേഹപൂർവ്വം
അഭിമാനവും സന്തോഷവും നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നു. സാമൂഹ്യപാഠത്തിൽ പഠിച്ചതുപോലെ വിളക്കേന്തിയ വനിതാരത്നം നമ്മുടെ പരീക്ഷയ്ക്ക് അത് എഴുതി മാർക്ക് വാങ്ങിയവരാണ്. അങ്ങനെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് പോലും വാങ്ങിയ ഇത്രയും വിശിഷ്ടമായ മേഡം അവരുകൾ, അതുപോലെ തന്നെ സംഘടനയുടെ അമരത്ത് പ്രവർത്തിക്കുന്ന സദാ പ്രവർത്തനം കൊണ്ട് ജാഗരൂകനായി നമ്മളുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹം വത്സരാജ് മണയമ്പത്തവറുകൾ, ജില്ലാ സെക്രട്ടറിയായി ഏത് സമയവും കർമ്മനിരതനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി പൈരട്ട നാരായണൻ അവർകൾ, നമ്മളുടെ ട്രഷറർ കൈക്കൊക്കെ പ്രശ്നമാണെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, വളരെ സന്തോഷം. ഓർഗനൈസിംഗ് സെക്രട്ടറി വിജയേട്ടൻ, അതേപോലെ തമ്പാൻ സാറ്, പിന്നെ വേറെ ഇവിടെ നമ്മളുടെ സഹോദരന്മാർ അധികം വന്നെത്തിയിട്ടില്ല. അങ്ങനെ ഇതിലൊക്കെ ഉപരി സർവോപരി നിങ്ങളുടെ സാന്നിധ്യമാണ് സംഘടനയുടെ മുതൽക്കൂട്ട്. ജില്ലാ പ്രസിഡൻ്റായ ഞാനിവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പ്രാവർത്തികമാക്കി കൊണ്ടുവന്ന് സംഘടനയെ നയിച്ച് സംഘടനാ പ്രവർത്തനം എന്തെന്ന് മനസ്സിലാക്കി മാതൃസംഘടനയുടെ കരുത്തിനും ശക്തിക്കും വേണ്ടി നിങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ യൂണിറ്റിൽ നിന്ന് വന്ന മുഴുവൻ അംഗങ്ങളും, താലൂക്ക് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാ GC മെമ്പർമാർ, സംസ്ഥാനത്തെ GC മെമ്പർമാർ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. GCയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ആ GC മെമ്പർമാർ, താലൂക്ക് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ബാക്കിയുള്ള മുഴുവൻ ആളെയും അഭിസംബോധന ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് പ്രത്യേകത ഒന്നും കൂടിയുണ്ട്. അതായത് ഓർക്കാപ്പുറത്തെ ഞാൻ നമ്മളെ പ്രസിഡന്റിനോട് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി മീറ്റിങ്ങിൽ ചോദിച്ചു, പലർക്കും ആശങ്കയുണ്ട്, എല്ലാം കൂടെ എന്താ ഒന്നിച്ച് വെച്ചത്, നോട്ടീസിൽ ഇല്ലല്ലോ ടീച്ചറേന്ന്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞെല്ലാം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കാണുകയും കുറച്ച് സമയം നമുക്ക് വേണ്ടി സംവദിക്കാനുള്ള നല്ല മനസ്സ് കാണിച്ച അവരെയും നമ്മൾക്ക് ഈ വേദിയിൽ കിട്ടിയത് ഒരു ഭാഗ്യമായി കണ്ടുകൊണ്ട് ഇന്നത്തെ ജനറൽ ബോർഡ് യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരിയായ നമ്മളുടെ രക്ഷാധികാരിയായ ശ്രീമതി മേജർ ജനറൽ T. പത്മിനി SM റിട്ടയർഡ് അവരുകളെ ആദരപൂർവം സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ എന്നെ വിളിച്ചതിനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കുന്നതും അതിനുപരിയായിട്ട് കോഴിക്കോട് വെച്ച ആ സമ്മേളനത്തിൽ ഞാനൊരു എക്സ് സർവീസ്മാനായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പോവുകയും അവരെനിക്കൊരു ഇരിപ്പിടം തരികയും ചെയ്തു എന്നുള്ളതൊരു അഭിമാനകരമായ MNS ഓഫീസേഴ്സിന് ഒരു അഭിമാനകരമായൊരു കാര്യമാണ്. ഇനി നമ്മുടെ മഹിളാ വീക്ക് കണ്ണൂരിൽ വളരെ നല്ല ഒരു കാര്യമാണ് നടക്കുന്നത്. എങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എക്സ് സർവീസ്മാൻ ഗ്രൂപ്പിൽ മാത്രമായി പോകുന്നില്ലേ എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സിവിലിയൻ ഗ്രൂപ്പിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് കൂടി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ വേറൊരു അഭിമാനകരമായ കാര്യം പറയാനുള്ളത്, എനിക്ക് സർവീസ് വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വത്സരാജൻ ആണ് അതിന് മെയിനായിട്ട് നടത്തിയത്. ഞങ്ങളവിടെ ലോക്കലായിട്ടുള്ള +2 കഴിഞ്ഞ കുട്ടികളെ വിളിക്കുകയും അവർക്ക് ക്ലാസ് എടുക്കുകയും അതിൽ നിന്ന് പല കുട്ടികളും MNSൽ ചേർന്ന് ഞങ്ങൾ ഓർഗനൈസ്ഡ് അല്ലാതെ ആക്കിയിട്ട് 9ഓളം കുട്ടികൾ ഇന്ന് വില്ലേജ് യൂണിവേഴ്സിറ്റി സർവീസിൽ ഞങ്ങൾ അയച്ച കുട്ടികൾ സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ യൂണിറ്റിലെ ഫങ്ഷൻസും ഞാൻ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു, വളരെ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും
ഇനിയും നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എൻ്റെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഉണ്ടാകും, നിങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അതിനു മുന്നേ ഒരു വാക്ക് എൻ്റെ ടീച്ചർ കൂടിയായ ശ്രീമതി സുലോചന, എൻ്റെ പകുതി വയസ്സേ ഉള്ളുവെങ്കിലും ഇതുപോലെ തന്നെ ഞങ്ങളൊരു സ്നേഹക്കൂട്ടിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ. സ്നേഹക്കൂട്ട് എന്ന് പറഞ്ഞൊരു അനാഥാലയത്തിൽ വെച്ചിട്ടാണ് ഞാൻ ശ്രീമതി സുലോചന ആദ്യമായിട്ട് സംസാരിക്കുന്നത് കേട്ടത്. അവരുടെ ആ വാക്ചാതുര്യവും അവരുടെ ആ ഒരു പ്രസംഗത്തിനുള്ള ആയതിൽ കൂടെ ഞാൻ മയങ്ങിപ്പോയി എന്ന് തന്നെ പറയണം. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിപ്പോഴാണ് പുള്ളി മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. പിന്നെ നമ്മൾ വന്ന് അങ്ങനെ 2022 ജൂലൈയിൽ ഞങ്ങൾ തലശ്ശേരിയിൽ മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് തുടങ്ങി. അത് ഇന്നും നടക്കുന്നുണ്ട്. 2026 ഞങ്ങളൊരു 10-25 പേര് മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒന്നുകൂടി നമുക്ക് നമ്മളുടെ വീട്ടിൽ വെക്കാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കാം വേറെ എങ്കിലും വളരെ ഒരു. അതുമാത്രമല്ല ടീച്ചർ അവിടെ NCC ക്യാൻസർ സെൻ്ററിൽ പോയിട്ട് ക്യാൻസർ ബാധിതരായ പേഷ്യൻസിന് ഇത് കൊടുത്തിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഈ പെയിൻറ്റും ബ്രഷും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അസുഖമുണ്ട് എന്നുള്ള കാര്യമേ മറന്നു പോകുന്നു എന്നാണ്. ആ ഒരു പെയിൻറ്റിങ് അവരെ അത്രയും സഹായിച്ചു എന്നതാണ്. എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു കുട്ടിയുണ്ട്, ക്യാൻസർ ബ്രസ്റ്റ് ആയിരുന്നു. ഇനീഷ്യലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ നമ്മളുടെ ഈ ക്യാൻസർ ഇതിന് പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ന് അവൾ വളരെ ആരോഗ്യവതിയാണ്. അവൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് കാര്യമേ മറന്നുപോയി. ഇപ്പോഴും അവരുടെ ഒരു കൂട്ടായ്മ ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ചെറിയ ഇത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ പിക്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് അത്രയും നമുക്ക് പ്രയോജനമായ ഒരിതാണ്. അത് കുറച്ച് വേണ്ടതിൻ്റെ കുറച്ച് സമയവും പേഷ്യൻസും മാത്രമാണ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു. ജയ് ഹിന്ദ്. താങ്ക് യു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങൾ സ്പർശിച്ചു പോകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. നമ്മുടെ മഹിളാ വിങ്ങിൻ്റെ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ മിക്ക യൂണിറ്റുകളിലും വളരെ നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ എല്ലാവരോടും പറയും. എങ്കിലും ഓരോരാളെയും സംഘടിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള നമ്മുടെ നേതൃനിരയിലുള്ള ആൾക്കാർ എടുക്കേണ്ടി വരുന്ന പെടാപ്പാടുകൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പത്മിനി മാഡം പറഞ്ഞ ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ എക്സ് സർവീസ് ലീഗിൻ്റെ മഹിളാ വിങ് എന്നുള്ള മാത്രം ചുരുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൂടെയുള്ളവരെ മറ്റു മേഖലകളിലേക്ക് സിവിലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പ്രവർത്തന നിരതമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അങ്ങനെ അവരെ നമ്മൾ അണികളെ നമ്മൾ നിരന്തരം എൻഗേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ട് എവിടെയും പോകില്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീറ്റിംഗ് കൂടും, കാര്യങ്ങൾ പറയും, നമ്മൾ പിരിയും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൊതുപ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിന്ന് തിരിയാൻ സമയമുണ്ടാവില്ല. ദിവസം എൻഗേജ് ചെയ്തു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ വന്നിട്ടുള്ള നമുക്കുള്ള ഒരു അസുലഭ സന്ദർഭമാണ് കിട്ടിയത് ഈ സുലോചന മാഡത്തിന് ഇവിടെ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് റീജിയണൽ ഡയറക്ടറെ കൊച്ചിയിൽ കാണാൻ വേണ്ടി പോകുന്നേരം ട്രെയിനിൽ എൻ്റെ മുൻപിൽ ഇവർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരെന്നെ നോക്കുന്നുണ്ട്, ഞാൻ ഇവരെയും നോക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 5 മണിൻ്റെ ട്രെയിനാണ്. ഞാൻ 4 മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റ് 4:30 വീട്ടിൽ നിന്ന് പോയതാണ്. 5 മണിക്ക് ട്രെയിനിൽ കയറി വന്നു ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചർ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ മാഹിയിലാണോ? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെയും കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഇതായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 29-ാം തീയതി ഒരു പരിപാടിയുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത ഉടനെ പറഞ്ഞു വരണം എന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ വിമുക്ത ഭടന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണ്. അതുകൊണ്ട് പട്ടാള കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ടെന്ന്. എന്നാൽ 29-ാം തീയതിയുടെ പരിപാടിയിൽ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ 28-ാം തീയതി ഡൽഹിക്ക് പോവാണ്. ഞാൻ പറഞ്ഞു ശരി, സാരമില്ല, അടുത്ത ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് വിളിക്കാം. കഴിഞ്ഞ് ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണാം ഇവരുടെ ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ 31-ാം തീയതി ഡൽഹിക്ക് പോകുന്നു. അങ്ങനെയാണ് നമുക്ക് ഇന്ന് ഇവിടെ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിച്ചത്. സർവീസിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ആരും തന്നെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകാൻ പറ്റിയ ആൾക്കാരില്ലായിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഞാൻ പത്മിനി മേഡത്തിൻ്റെ വീട്ടിൽ പോയി അവരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തുടങ്ങിക്കൂടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ മേജർ പത്മിനി മേഡം എന്നോട് പറഞ്ഞ് തുടങ്ങുന്നതെല്ലാം നല്ല കാര്യം തന്നെ, എല്ലാത്തിനും എൻ്റെ പിന്തുണ ഇടാം, പക്ഷേ അതിൻ്റെ മുന്നിട്ടിറങ്ങാൻ ഒരാൾ വേണം. നിങ്ങൾ എന്നോട് ചോദിച്ചു നീ തയ്യാറാകണമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും, നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. അങ്ങനെ 4 വർഷം കൊണ്ട് 9 പേരെ മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് കയറ്റി അയക്കാൻ ഒരു നയാ പൈസ വാങ്ങാതെ, ഒരു സിംഗിൾ നയാ പൈസ വാങ്ങാതെ 9 പേരെ സർവീസിൽ ചേർക്കാൻ പത്മിനി മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇതിന് സാധിച്ചിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടില്ല. MNSൻ്റെ സർവീസിൽ ഇപ്പോൾ 22 കുട്ടികളുണ്ട്. അപ്പോൾ അതോടുകൂടി നിന്നുപോയി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡൊക്കെ മാറ്റി. അവജ്ഞ അറിവില്ലായ്മ കാരണം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഒരു ജവാന്റെ മുൻപേ 16,000 രൂപയായിരുന്നു, പിന്നീട് 50,000 രൂപ. GC മെമ്പർമാരടക്കം 69 പേർ യോഗത്തിൽ പങ്കെടുത്തു. മഹിളാവിൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശാന്തമ്മ ടീച്ചർ അനുസ്മരണ പ്രമേയം നടത്തി. ജില്ലാ സെക്രട്ടറി ഭാനുമതി ടീച്ചർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സംസ്ഥാന ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ മെമ്പർമാരെ പങ്കെടുപ്പിച്ച് മഹിളാ വിങ്ങിന്റെ ശക്തി തെളിയിച്ചു. 2025 പയ്യന്നൂർ കണ്ണൂർ ജനറൽ ബോഡിയും കുടുംബസംഗമവും ഗംഭീരമായി നടന്നു. വൈകിട്ട് ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സദസ്സിന് മുൻപാകെ സമർപ്പിക്കുന്നു. നമസ്കാരം. മാർക്കും എൻ്റെ പൂക്കുവി. വരവ് ചെലവ് കണക്ക് 1/3/2024 ടു 30/4/2026. മെമ്പർഷിപ്പ് ഷെയർ 50,320. പരസ്പര സഹായ നിധി 47,000. ഫണ്ട് ഫ്രം സ്റ്റേറ്റ് മഹിളാ വിങ് ഫോർ DC മീറ്റിംഗ് അറ്റ് കണ്ണൂർ 10,000. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് 45,157. ടോട്ടൽ ഇൻകം 1,52,477. ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ 1/3/2024 1,488. SB അക്കൗണ്ട് ബാലൻസ് ആസ് ഓൺ 1/3/2024 60,013. SB അക്കൗണ്ട് ബാലൻസ് ആസ് ഓൺ 1/3/2024 2,85,693. ഗ്രാൻഡ് ടോട്ടൽ 4,99,671. ക്ലാസ് എന്ന് എല്ലാവരും പറഞ്ഞു. മാം പറഞ്ഞ പോലെ ക്ലാസ് അല്ല, ഞാൻ എന്നിൽ കൂടെ നിങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ കൂടെ. അപ്പം ഞാൻ ആരാണെന്ന് തീർച്ചയായും നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എൻ്റെ കുട്ടികൾക്കും വ്യക്തമായി അറിയാൻ പറ്റൂല. അപ്പം ഞാൻ എന്നിൽ കൂടെ നിങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവസാനം നിങ്ങൾ ഒരു വാചകം എഴുതിയിടും, ഇവക്ക് ഇത്രയെല്ലാം ആവാൻ പറ്റുകയാണ്, ഞമ്മക്ക് എന്തായിക്കൂടെയെന്ന്. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ സംസാരത്തിൻ്റെ ലക്ഷ്യം. എനിക്കൊരു അനാഥ മന്ദിരമുണ്ട് തലശ്ശേരി.
ഞാനെന്ന് പറയുമ്പോൾ ഞങ്ങൾ അടങ്ങുന്ന 25 പേരുടെ ട്രസ്റ്റ് ബോഡിയാണ് അത് നടത്തുന്നത്. തീർത്തും അനാഥരായ അമ്മമാരെ, നിങ്ങൾക്ക് ചുറ്റിലും കാണുന്ന ആരും നോക്കാനില്ലാത്ത, ആയ കാലത്ത് സമൂഹം, കുടുംബം പിഴിഞ്ഞെടുത്ത് ആവതില്ലാത്ത കാലത്ത് ഭാരമായി തോന്നിക്കളയുന്ന അമ്മമാരെ സംരക്ഷിക്കുന്ന, തീർത്തും സൗജന്യമായി സംരക്ഷിക്കുന്ന സ്നേഹക്കൂടെന്നുള്ള ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ മിലിറ്ററിക്കാരുടെ കൊളശ്ശേരി സെക്ഷൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു മാമിനെ ഞാൻ ആദ്യമായി കാണുന്നത്. എല്ലാവരും വളരെ ഭയത്തോടു കൂടി, നമ്മൾ നായർ സാബൊക്കെ തന്നെ ഞാൻ ചോദിച്ചു എന്തേ, കാരണം പൊതുവെ സ്ത്രീകളോടുള്ള സമീപനം നമുക്കറിയാലോ, പക്ഷെ ഈ സ്ത്രീയോട് എല്ലാവരും വളരെ ഭവ്യതയോടെ കൂടെ പെരുമാറുമ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇവരിങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത്. അങ്ങനെ ഞാനുമായിട്ടുള്ള പരിചയത്തിൽ മാമിൻ്റെ എൻ്റെ വഴികൾ മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ കൊളശ്ശേരിയിൽ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഞാനെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വീണുപോയ ഒരു സ്ത്രീയാണ്. ഓക്കെ, പൊതുവെ പൊതു സമ്മേളനങ്ങളിലൊന്നും ആരും സ്വന്തം കാര്യങ്ങളൊന്നും പറയൂല. പക്ഷേ എനിക്ക് പൊങ്ങച്ചം പറഞ്ഞ ശീലമില്ലാത്തത് കൊണ്ട്, കളവ് പറഞ്ഞ് ഒരുപാട് പറയാൻ പറ്റാത്തത് കൊണ്ട്, സ്ത്രീകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് 4 പേരെ ഉണർത്താൻ പറ്റുമെങ്കിൽ, എൻ്റെ വാക്കതിന് ഉതകുമെങ്കിൽ ഞാൻ എന്നെ തുറന്നു പറയുന്നതായിരിക്കും നല്ലതെന്നും തോന്നുന്നു. 28-ാം വയസ്സിൽ ജീവിതത്തിൽ വീണുപോയ 2 വർഷം ഇരുട്ടിൽ തപ്പിയ ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ. ഇന്നല്ല. അന്ന് ഞാനൊരു പാവം പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് 9 വയസ്സുകാരിയുടെ 7 വയസ്സുകാരിയുടെ അമ്മയായിരുന്നു. അങ്ങനെ 2 വർഷം പറയാൻ ആരെയും അനുവദിക്കാതെ, സ്ത്രീ എന്ന് പറയാൻ തല ഉയർത്തി നിന്നുകൊണ്ട്, നീ ഒരു സ്ത്രീയാണെന്ന് പറയിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആദ്യമായി ഞാൻ തുടങ്ങിയത് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തായിരുന്നു. 4.5 വർഷം ജയിലിൽ ഒരു ദിവസം പോലും അവധിയില്ലാതെ, 1 രൂപ അന്ന് ഇങ്ങോട്ട് ഏണിങ്സ് ഇല്ലാതെ, ഇങ്ങനെ അങ്ങോട്ട് റബ്ബർ മുതൽ ഒടുക്കം വരെ ജയിലഴിക്കുള്ളിൽ ഉള്ള എൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് 4.5 വർഷം അവർക്ക് ചിത്രരചന നടത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സാമൂഹ്യ സേവനം, കാരുണ്യ പ്രവർത്തനം തുടങ്ങുന്നത്. അതിലൂടെ ഇന്നൊരാൾ അധ്യാപകനാണ്. ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്ന, നമ്മൾ തടവ് പുള്ളി എന്ന് മുഖം ചുളിച്ച് പറയുന്ന ആൾക്കാർ, അതിലൊരാൾ ഇന്ന് അധ്യാപകനാണ്. 3 പേര് ചിത്രകാരന്മാരായിട്ട് തന്നെ ജീവനം നടത്തുന്നുണ്ട്. അതിലെൻ്റെ ഒരു കുട്ടി ഈ കണ്ണൂർ ചൊവ്വയിലുണ്ട്. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് കൂട്ട് തടവുകാരോ ഒന്നിച്ചാണെന്ന്. ഞാൻ അറിഞ്ഞ ഇതിൽ എന്തോ സാഹചര്യങ്ങൾ വഴി അവർ ആ വഴിക്ക് വരികയും അവരെ മാനസാന്തരപ്പെടുത്തുകയും സമൂഹത്തിന് മുന്നിൽ നല്ലൊരു മുഖം സമ്മാനിക്കുകയും ചെയ്തു എന്നുള്ളതൊന്ന്. 2, മലബാർ ക്യാൻസർ സെൻ്ററിൽ 3.5 വർഷത്തോളം രോഗം ബാധിച്ചവരെയും രോഗം മാറിയവരെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും ആശുപത്രി അധികൃതരെയും ഒക്കെ, ഇതൊക്കെ സേവനങ്ങൾ തീർത്തും സൗജന്യമായിട്ട് ഞാൻ ചെയ്യുകയാണ്. ഇതെന്തിനാ ഈ സൗജന്യ കഥകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അവസാന സംഗതി വരും. അന്നേരം നിങ്ങളാരും മുഖം ചുളിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ഈ സൗജന്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ അവർക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ക്യാൻസർ ബാധിച്ച ഒരാളോട് നീ ചിത്രം വരയ്ക്കാൻ വാ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാലോ. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ വന്നാൽ മാത്രം മതി, നിങ്ങളുടെ മനസ്സും ശരീരവും മാത്രം തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ തരും എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എനിക്ക് അവിടെ 41ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കഷ്ടത ഇത്തിരി ടഫായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് കൊഴിഞ്ഞു പോവുകയും, അതിൽ എൻ്റെ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം രോഗം തിരിച്ചു വന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന്, അദ്ദേഹത്തിന് പിന്നീട് ഒരു സെല്ല് പോലും കൂടാതെ നിന്ന ഒരു കഥയൊക്കെ ഉണ്ട്. ഇതിലൊന്നും പറയാൻ, ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. ആശുപത്രി അത്ഭുതത്തോടെ എൻ്റെ കുട്ടിയെ കുട്ടി പറഞ്ഞാൽ വലിയ ആളാണ്, നോക്കിക്കണ്ട കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. മാം പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ മറ്റൊരു വഴിക്ക് വഴിതിരിച്ചു വിട്ടാൽ അവിടെ നമ്മുടെ ആരോഗ്യസ്ഥിതി മാറി വരും എന്നുള്ളത് ഞാൻ ആ ക്യാൻസർ സെൻ്ററിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എനിക്ക് കളർ തെറാപ്പി എന്നോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാൻ ചെറിയ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇത്തരത്തിൽ വലിയ കാര്യങ്ങളാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. കണ്ണൂരിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് എൻ്റെ ചിത്രകല ഞാൻ കൊടുക്കുന്നുണ്ട്. എൻഡോസൾഫാൻ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം വളരെ നീളത്തിൽ അനുഭവിക്കുന്ന ആ കുട്ടികൾക്ക് ഞാൻ എൻ്റെ കല കൊടുക്കുന്നുണ്ട്. വിധവകൾക്ക്
അനാഥാലയം തലശ്ശേരി, ഇങ്ങനെ ഒരുപാട് ഓര് നിർത്തപ്പെട്ട കൂട്ടായ്മകളിലേക്ക് ഞാൻ എൻ്റെ വർണ്ണവുമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ ഞങ്ങളുടെ സ്ത്രീകൾക്കും ഇവരെ കൊണ്ടുവന്ന് എന്തെങ്കിലും പറയിപ്പിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഒരു മിലിറ്ററിക്കാരൻ്റെ മകളെന്ന നിലയിലും സ്ത്രീകളെ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തി, ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മാഹിയിൽ ഒരു വിമൻ എംപവർ സൊസൈറ്റി ഉണ്ട്. അതിലൂടെ തയ്യലും മറ്റുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 300-ൽ പരം സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചുമർചിത്രത്തിൽ കൂടെയും എംബ്രോയ്ഡറിയിൽ കൂടെയും മറ്റു പല കാര്യങ്ങളിൽ കൂടെയും ഒരുപാട് സ്ത്രീകളെ എൻ്റെ മുന്നിൽ എത്തുന്ന സ്ത്രീകൾ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കും, സുലോചന എൻ്റെ മുന്നിൽ പോയാൽ മതി, ഏത് ഭർത്താവിനെതിരെ പോരാടാൻ, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ. ഞാനൊരു ഡിവോഴ്സിയാണല്ലോ, ഇപ്പോഴല്ല, ഇപ്പം ഞാൻ സെക്കൻഡ് മാരേജ് നടത്തി, എല്ലാവരും കാണുന്നുണ്ടാവും ഇത്. അപ്പം ഇവളെന്ന് ഈ പറയുന്നൊരു തോന്നൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. ഞാൻ രണ്ടാമത് എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് രണ്ടാമതൊരു വിവാഹം ചെയ്തിട്ടാണ് അച്ഛൻ പോയത്. അപ്പം എല്ലാവരും പറയും സുലോചന എൻ്റെ അടുത്ത് ഇങ്ങനെ വിട്ടേക്കും. ഞാൻ പറഞ്ഞു, ഞാനൊരു പുരുഷ വിരോധിയൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി നടന്നു എന്ന് കരുതി എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇന്ന് ഇത്രയും ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സഹായത്തോടെ ഇന്നിപ്പം നിൽക്കുന്നത് വത്സൻ സാർ എന്ന പുരുഷനിലൂടെയാണ്. അദ്ദേഹം എന്നെ കണ്ടു, ക്ഷണിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ചിത്രത്തിൽ ഭർത്താവിനോട് എതിരിടാൻ വന്ന സ്ത്രീകളെയൊക്കെ ചിത്രത്തിൽ കൂടെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ഭർത്താവിനെതിരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആരോ എൻ്റെ മുന്നിൽ അയക്കുകയും അവരുടെ ഉള്ളിൽ കലയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങളെ കലയിലൂടെ കൂട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ ചിത്രകലയിലൂടെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അവരുടെ ഭാഗ്യമോ എൻ്റെ ഭാഗ്യമോ എന്നറിയില്ല. അവരെൻ്റെ കൂടെ വന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ പത്രത്തിൽ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ വരികയാണ് ഇവരുടെ, എൻ്റെ ഈ സ്റ്റുഡൻറ്റിൻ്റെ. അപ്പം അയൽപ്പക്കക്കാരൊക്കെ വിളിച്ച് പറയൂത്രേ, ഇന്ന് ഇവരെ ഫോട്ടോ ഉണ്ട്, മനോരമയിലുണ്ട്, മാതൃഭൂമിയിലുണ്ട്. സത്യം പറയട്ടെ, ഭർത്താവ് മാറി എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് കരയിൽ നിൽക്കുന്നവരെ ചേർത്ത് നിർത്താൻ ഈ ചിത്രത്തിനെ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെയൊക്കെ വിഷമങ്ങൾ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇനി ചുമർചിത്രകല, ഞാനിവിടെ ചുമർചിത്രകലയെ കുറിച്ച് മാത്രമല്ല പറയാൻ വരുന്നത്. നമ്മുടെ കയ്യിലുള്ള കഴിവ് നമ്മളെ വളർത്താനും സമൂഹത്തിനെ വളർത്താനുമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം ചുമർചിത്രകലയിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാളല്ല. ഇപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് സ്ത്രീകൾ വരും. അവർ എംബ്രോയ്ഡറി പഠിപ്പിക്കുന്നുണ്ട്, ചുമർചിത്രകലയും പഠിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചുമർചിത്രത്തിൻ്റെ കാര്യം പറയാൻ വിളിച്ചുവെങ്കിലും നിങ്ങൾക്ക് ഉതകുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി സ്വീകരിക്കാമല്ലോ. കൂടുതൽ എനിക്ക് ചുമർചിത്രകലയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ അതും കൂടെ പറയാം. ഇത് ക്ലാസ് അല്ല, എൻ്റെ അനുഭവമാണെന്ന് ഞാൻ ആദ്യം പറയുകയാണ്. ക്ലാസ് എടുക്കാനൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ സംസാരിക്കാൻ അറിയാം, ഒരുപാട് സംസാരിക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇപ്പം ചുമർചിത്രകലയിലൂടെ ആയാലും എംബ്രോയ്ഡറിയിലൂടെ ആയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാർഡ് കിട്ടും നമുക്ക്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കാർഡുണ്ട്. നമ്മൾ ആധാറിനേക്കാളും വാല്യൂ ഉണ്ട് എന്നാണ് മേലുദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ എവിടെ വിഷമിച്ച് പോയാലും ഈ കാർഡ് കാണിച്ച ഒരു മിലിറ്ററിക്കാരൻ്റെ ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വില ഈ കാർഡ് കൊണ്ടും, അത്രയും വിലയുള്ളൊരു കാർഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്നുണ്ട്. അത് ഞാൻ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ കാർഡ് വഴി രാഷ്ട്രപതി ഭവൻ വരെ എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാർഡ് ഉള്ളത് കൊണ്ട് രാഷ്ട്രപതി ഭവനിൽ ചുമർചിത്ര കലാകാരിയായി പോയി നിൽക്കാനും രാഷ്ട്രപതിയെ കാണാനും മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ നാളെ ഡൽഹിയിൽ പോകുന്നു എന്ന് പറയുന്നതും ഈ കാർഡുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നൈയിൽ ഒരാഴ്ച പോകുന്നതും ഈ കാർഡുള്ളത് കൊണ്ടാണ്. കാർഡ് വാങ്ങി വീട്ടിൽ വെക്കാതെ അതിൻ്റെ മേൽക്കാര്യങ്ങൾ ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. കാർഡ് വാങ്ങിക്കൊണ്ടോന്നോ ഇല്ല ചിത്രം പഠിച്ചത് കൊണ്ടോ എന്നെക്കാളും പല കൊമ്പന്മാരുള്ള ഈ നാട്ടിൽ ഇതിനുകൊണ്ട് മാത്രമുള്ള ഞാൻ ഇതൊക്കെ നേടിയെടുക്കുന്നു എങ്കിൽ അതെൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നമ്മൾ വെറുതെ ഒരു കാര്യം, ഇപ്പം നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു വിങ്ങിൻ്റെ ആൾക്കാരായി നിന്നിട്ടും ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിരിക്കും. ഒരുപാട് എക്സ് സർവീസ്, എൻ്റെ അമ്മയടക്കം ഒരുപാട് എക്സ് സർവീസ് മെൻ ഭാര്യമാരുണ്ട്.
അവരെല്ലാം ഇന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരിക്കും. അല്ലാതെ ആരും തന്നെ ഇനി ലീലയല്ലേ ഇങ്ങ് പോരി എന്നാരും പറഞ്ഞിട്ടുണ്ടാവില്ല. വത്സൻ സാറിനെ പോലെയുള്ള ആൾക്കാർ, അതിപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ്, അവരുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നു മിലിറ്ററിക്കാരനേക്കാളും കൂടുതൽ കാർക്കശ്യത അവിടെ ഉണ്ടെന്ന്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ പ്രയത്നമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നതും. അതേപോലെ തന്നെയാണ് ഞാനും ഈ ചിത്രകല പഠിച്ചത് മാത്രമല്ല, സമൂഹത്തിന് കൊടുത്തുകൊണ്ട് തന്നെ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്താനും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരു നല്ല കുടുംബ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് എക്സ് സർവീസ് ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കുചേരുകയും മാതൃസംഘടനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി വേണ്ട കാര്യങ്ങളിലൊക്കെ സജീവമായി ഇടപെടുകയും ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടി നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ സാധിക്കണം. അതിന് അത്യന്താപേക്ഷിതമാണ് പരസ്പര വിശ്വാസവും സ്നേഹവും. അതുണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പരസ്പരം വിഘടിച്ച് പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നാം കാണുന്നത്. പല കാര്യങ്ങളിലും അനാവശ്യമായ ചില വാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്. അതിന് അതേ മാതൃകയിൽ അതേ സ്വരത്തിൽ തന്നെ മറുപടി പറയുന്നവരുമുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും നമ്മളതിന് മറുപടി പറയുമ്പോഴൊക്കെ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ആ പറയുന്ന വേദിയും സന്ദർഭവും സമയവും എങ്ങനെയാണെന്ന് നാം ഓർത്തുകൊണ്ടായിരിക്കണം ആരോടും നാം പ്രതികരിക്കുന്നത്. അനാവശ്യമായി പ്രതികരിക്കുകയാണോ അല്ലയോ എന്നുള്ള കാര്യം പിന്നീടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരുടെ മുമ്പിൽ വെച്ചായാലും അത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട്, അതിന് സന്ദർഭം ഓർത്തുകൊണ്ട്, അതിന് സമയം ഓർത്തുകൊണ്ടായിരിക്കണം നാം പ്രതികരിക്കുന്നത്. നാം ആരുടെയും ഒന്നാമത്തെ കാര്യം, ഒരു യൂണിറ്റിന്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ, നാട്ടിലെ പല സംഘടനയുടെയും പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി ഉത്തമ ബോധ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇന്ന് ബാങ്കിങ് മേഖല വികസിച്ചു. ഇന്ന് നമുക്ക് ബാങ്ക് പാസ്ബുക്കിന്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ പല ഭർത്താക്കന്മാരും ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം എത്രയാണ്, എത്ര FD ഏടിയുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. പല ആളും സ്വകാര്യമാക്കി വെക്കാറാണ് പറയും. അങ്ങനെയുള്ള പണം കോടികളാണ് ഓരോ ബാങ്കിലും കിടക്കുന്നത്. അനുഭവത്തിൽ പറയാം. കാരണം പല ആപ്പുണ്ട്, യോനോ, അങ്ങനെ പല പേരിലുള്ള പല ബാങ്കിലും വ്യത്യസ്ത ആപ്പുകളുണ്ട്. ഇതിലൊക്കെ ഈ പാസ്ബുക്ക് ഇല്ല, ഈ ഫോൺ പോലും നിങ്ങൾ നോക്കുന്നില്ല. കോടികൾ യാദൃശ്യമായ നാളെ അവർക്ക് മരണം സംഭവിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പോകുന്നില്ല ഈ പൈസ എവിടെയാണുള്ളത്, എന്താണെന്ന്. നിങ്ങൾ എപ്പോൾ ഉണർന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് തമാശയെ പറയുന്നില്ല, ഇത് അനുഭവത്തിലൂടെ പറയുന്നില്ല. അപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഏത് ഇടപാട് നടത്തുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി ശ്രദ്ധിക്കണം. ഒന്നുകിൽ നോമിനേഷൻ വേണം, അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം. നോമിനേഷൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിന്റെ പുറകെ നിങ്ങൾ നടക്കേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇത് അറിയാത്തവർക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഏത് കാരണവശാലും ബാങ്ക് പാസ്ബുക്ക് ഇല്ലെങ്കിലും നോമിനേഷൻ, ജോയിന്റ് അക്കൗണ്ട് വളരെ അത്യാവശ്യമാണ്. ഈ സേനാമെഡൽ അവർ അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ മാതൃസംഘടനയുടെ സംഘടനാ അധ്യക്ഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ വത്സരാജ് പഴപ്പത്ത്, അതുപോലെ ജില്ലാ സെക്രട്ടറി ശ്രീ നാരായണൻ, സ്റ്റേജിലിരിക്കുന്ന ഇഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ജില്ലാ താലൂക്ക് യൂണിറ്റ് ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ
അതൊക്കെ പലയിടത്തും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മരണം സംഭവിക്കും, എല്ലാവരും ഈ ലോകം വിട്ട് പോകേണ്ടതല്ല. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അതൊക്കെ അവരുടെ ഭാര്യമാർക്ക് കുടുംബത്തിന് ഗുണം ചെയ്യും. അപ്പോൾ അത് നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞ് അങ്ങനെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചെയ്യിക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡ്രോയർ തൽക്കാലത്ത് കിട്ടും, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് ഓർമ്മിക്കുക. മഹിളാ വിംഗ് മാതൃസംഘടനയുടെ വലങ്കയാണ്, തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അത് ഞാനിപ്പോൾ 3 ഘടകത്തിൽ ഭാരവാഹിയാണ്. യൂണിറ്റിൽ 60 ജില്ല, അതുകൊണ്ട് കൃത്യമായി അറിയാം. മഹിളാ വിംഗ് ഇല്ലെങ്കിൽ മാതൃസംഘടനയില്ല. അത് കുടുംബ സംഘമായിക്കോട്ടെ, ജനറൽ ബോഡി യോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പൊതുപ്രവർത്തനങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും മഹിളാ വിംഗ് ഒരു മുൻപിൽ നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ്. മേഡം നമ്മുടെ അതുപോലെ ഈ യോഗത്തിൻ്റെ മുഖ്യ ഭാഷണം നടത്തിയ KSSന്റെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായ ശ്രീ വത്സരാജ് വാടയമ്പൽ സർ, ഈ യോഗത്തിൽ സംസാരിച്ച നമ്മുടെ ജില്ലാ സെക്രട്ടറി നാരായണൻ പയ്യരട്ട സർ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അതുകൊണ്ട് സാൽമ ടീച്ചറോട് എനിക്കൊരു റിക്വസ്റ്റാണ്, ഈ ഒരു കാലയളവ് കഴിയുന്നതിന് മുമ്പിലേ നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ഭാരവാഹികളെയും യൂണിറ്റ് ഭാരവാഹികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ എന്താണെന്നോ നമ്മുടെ യൂണിറ്റുകളിൽ മാത്രം ഒതുങ്ങാതെ ജില്ലാ കമ്മിറ്റി വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചു ചേർത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ജില്ലാ കമ്മിറ്റി എടുക്കുന്ന വരുമാനം കുറച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെയൊക്കെ ഒരു ദിവസം വിളിച്ചു ചേർത്ത് എല്ലാവരും യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നേരിട്ട് നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പോലെ കഴിഞ്ഞ വർഷം നമുക്ക് ജനറൽ ബോഡി നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആനയോളം വലിപ്പമുള്ള സുലോചന മേഡം. മേഡം എൻ്റെ മേഡത്തിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. ഇവിടെ 4 പേരുണ്ട് അവരുടെ സ്റ്റുഡൻ്റായിട്ട്. പത്മിനി മേഡത്തിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞു, പക്ഷെ ഞാനും മേഡത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. ആ ക്ലാസ്സിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് കസറും അതായിരിക്കണം മേഡത്തിൻ്റെ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മഹിളാ വിംഗായ എല്ലാവരും ഒന്ന് ശ്രമിച്ചു കൊടുക്കണം. പിന്നെ അടുത്തത് 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് കിട്ടുക. 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് പൈസ കിട്ടുക. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അതിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലിയറായി. അല്ല, വിധവകൾക്കും കിട്ടും. അല്ല, അതായത് അങ്ങനെ സർവീസിൽ നിന്ന് വിട്ടു വന്ന ആണുങ്ങൾക്കും കിട്ടും. അവരെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിധവക്കും കിട്ടും. KCSL കണ്ണൂർ ജില്ലയിലെ മഹിളാ വിംഗിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എല്ലാവരും വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ആയതിനാൽ മറ്റ് മുഖവരിയൊന്നുമില്ലാതെ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷപദം ഏറ്റെടുത്തുകൊണ്ട് വളരെ കാര്യക്ഷമതയോടെയും സമയബന്ധിതമായും യോഗ നടപടികൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ശാന്തമ്മ ടീച്ചർക്ക് സംഘടനയുടെ ഹാർദവമായ നന്ദി. ഇന്നത്തെ വിശിഷ്ടാതിഥിയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച മേജർ ജനറൽ പത്മിനി TSM റിട്ടയർഡ് മാഡത്തിനും വളരെ വിനയത്തോടെ ജില്ലാ മഹിളാ വിംഗിന്റെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ KCSLന്റെ പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ വത്സരാജ് മടയമ്പൽ സാറിനും വളരെ വിനയത്തോടെ ജില്ലാ മഹിളാ വിംഗിന്റെ നന്ദി അറിയിക്കുന്നു. യോഗാരംഭത്തിൽ എല്ലാവരെയും യോഗത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം നൽകുകയും പിന്നീട് മഹിളാ വിംഗിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്ത ജില്ലാ മഹിളാ വിംഗ് സെക്രട്ടറി ശ്രീമതി ഭാനുമതി ടീച്ചർക്കും വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച ജില്ലാ മഹിളാ വിംഗ് ട്രഷറർ ശ്രീമതി രാധാമണിക്കും സംഘടനയുടെ സ്നേഹമേറിയ നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. യോഗത്തെ സംബോധന ചെയ്തുകൊണ്ട്
പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ തവ ശുഭനാ